ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമെല്ലാം പുണ്യ റസൂലിനെ നോക്കി നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വെറും കവി അലങ്കരിച്ച് എഴുതിയതെന്നായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? വെറും ഭാവനയെന്ന്? അല്ലല്ലല്ല, മെഹ്റാജിന്റെ രാത്രി സംഭവിച്ചതാണ്. ചാന്ദ് താരേ ക്യാ ദേഖ്തേ രഹ് ഗയേ, ചന്ദ്രനും നക്ഷത്രങ്ങളും അവിടുത്തെ നോക്കി നിന്നുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ സദസ്സിലിരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ പകല് കാണും, ഉറങ്ങിയിട്ടാണ് എല്ലാവരും കിനാവ് കാണുക. അതിന് വലിയ മഹാത്മാക്കൾ. കൽബുള്ളവന് കണ്ണുകൊണ്ട് അവിടെ ഇരുന്ന് കാണും, കണ്ടിരിക്കും. പക്ഷേ ആളതിന് യോഗ്യനായിരിക്കണം. ചാന്ദ് താരേ ക്യാ ദേഖ്തേ രഹ് ഗയേ, ചന്ദ്രനും നക്ഷത്രങ്ങളും നോക്കി തന്നെ നിന്നു. ഉൻകോ അർസോ സമാ ദേഖ്തേ രഹ് ഗയേ, ഭൂമിയും ആകാശവും അവിടുത്തെ നോക്കി നിന്നു. അല്ലാഹ്, മെഹ്റാജിന്റെ രാത്രി അത്ഭുതല്ലേ? ഭൂമുഖത്തുനിന്ന് മനുഷ്യരുടെ ഒരു നേതാവ് ശൂന്യാകാശത്തേക്ക് വരികയാണ്. ഒരാൾക്കും അങ്ങോട്ട് കയറാൻ പറ്റൂല, ആരും കയറിയിട്ടില്ല. മലക്കുകളുടെ ലോകം, മലക്കുകൾക്ക് പോലും പോകാൻ പറ്റാത്തടത്തേക്കും വരികയാണ്. പടുക്കെ റൂഹുൽ അമീൻ സൂറയെ വദ്ദുഹ, പടുക്കെ റൂഹുൽ അമീൻ സൂറയെ വദ്ദുഹ, സൂറത്തെ മുസ്തഫ ദേഖ്തേ രഹ് ഗയേ. വദ്ദുഹ എന്ന സൂറത്ത് ഓതിക്കൊണ്ട് ജിബ്രീലും ആ മുഖം നോക്കി നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ നയിക്കുന്ന ആളാരാ? ജിബ്രീലാണ്. ജിബ്രീൽ റസൂലിന്റെ അടുക്കലേക്ക് പോണ ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പദവിയാണ്. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇതൊക്കെ ഉൾക്കൊണ്ടവർക്ക് വേറെ ലഹരി ആവശ്യമില്ല. ഭൂമിയിൽ ഉൾക്കൊള്ളണം. രാത്രി ഇതിൽ ജീവിക്കാം, പകല് ഇതിൽ ജീവിക്കാം. ശത്രുതകളെ മുഴുവൻ ഇതുകൊണ്ട് നേരിടാം. എന്തിനും ഇത് മരുന്നാക്കാം. ഒറ്റക്കിരിക്കുമ്പോ ഇതിനെ കൂട്ടുകാരനാക്കാം.